പാഞ്ചാലി ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട മറ്റൊരു സിനിമയാണ് മോഹം എന്ന് പറയുന്ന സിനിമ. ഒരു ഗംഭീര സിനിമയാണ്. IFFK പോലുള്ളതിൽ നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത മോഹം എന്ന് പറയുന്ന ഈ സിനിമ എനിക്ക് ഭയങ്കര അധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ്. ആക്ച്വലി ഈ ഒരു സോളിഡ് സ്ക്രിപ്റ്റ് കൊണ്ട് നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റീച്ച് കിട്ടേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദേ ഡോണ്ട് ട്രൈ ഇറ്റ്. അവരുടെ ഒരു പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന രീതിയിലായിരിക്കണം അവരത് സെറ്റ് ചെയ്തിരിക്കുന്ന ടീം വെച്ച് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഇതിന്റെ തുടക്കത്തിൽ അമല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, സൈക്കോളജിക്കലി കുറച്ചൊരു വേരിയന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് 2 വീലർ ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ ചാവി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ പുള്ളി ഒന്ന് തള്ളിയിട്ടൊക്കെ പോകും, ഓടിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു നമ്മുടെ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന അത്യാവശ്യം തല്ലിപ്പൊളിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഷാനു. പുള്ളിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ഇവന്റെ സ്വഭാവം കൊണ്ട് തന്നെ അവള് വിട്ടിട്ട് പോയിരിക്കണം. അപ്പൊ അവളോട് ഒരു ദേഷ്യം ഉണ്ടാവണം, എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയാണ് ഈ പുള്ളി അമലിനെ പരിചയപ്പെടുന്നത്. അമലിനെ യൂസ് ചെയ്തിട്ട് ഇവന്റെ റിവെഞ്ച് തീർക്കാന്ന് പറഞ്ഞിട്ട് ഈ പാവം കുട്ടിയെ കൊണ്ട് നടക്കുകയാണ്. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രസകരമായി 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ക്രോസും കൂടെ ഭയങ്കര രസകരമായി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഭയങ്കര സോളുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ ടോണും മേക്കിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ കാണാൻ തോന്നിക്കില്ല എന്ന് ഇരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ശരിക്കും. അതൊക്കെ മറികടന്ന് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കും. ആ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നിൽക്കും. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ആ അമല എന്നുള്ള കഥാപാത്രം അത്രയും ഗംഭീരമായിട്ട് അമൃത കൃഷ്ണകുമാർ എന്ന് പറയുന്ന നായിക ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആ ക്യാരക്ടറിന്റെ എല്ലാ സോളും എടുത്തുകൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടി ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെ, അതായത് നമുക്ക് ഇതിന്റെ അവസാനം ഒരു നല്ല രസമുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ശരിക്കും. ആ ഒരു അമല എന്ന പെൺകുട്ടിയുടെ നല്ലൊരു രസകരമായ നിഷ്കളങ്കമായ ചിരിയിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മോഹം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും അപ്രിസിയേഷൻ കിട്ടേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി അമൃത കൃഷ്ണകുമാർ എന്ന പെൺകുട്ടിയുടെ പെർഫോമൻസ് അത്യാവശ്യം എല്ലാവരിലും എത്തേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. തിയേറ്റർ റിലീസ് ഉടനെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചില സിനിമകൾക്ക് തിയേറ്ററിൽ നിന്നും ഡൗൺ ആണ്. മേ ബി ഞാൻ തന്നെ ചിലപ്പോൾ ഈ സിനിമ ഫിലിം ഫെസ്റ്റിവൽ അല്ലാതെ ഇറക്കി കഴിഞ്ഞാൽ പോയി കാണുന്നില്ല, സ്വാഭാവികമാണ്. ബട്ട് നമ്മൾ എന്നാലും ഒരു റീച്ച് കിട്ടേണ്ട ഒരു സിനിമ തന്നെയാണ് മോഹം എന്ന് പറയുന്ന സിനിമ. നല്ല രസകരമായിട്ട് നമ്മളെ പെർഫോമൻസ് വൈസ് പുള്ളി അമല എന്ന ക്യാരക്ടർ നന്നായി ഹോൾഡ് ചെയ്ത് ഈ സിനിമ മൊത്തം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ എന്ത് സംഭവിക്കും ആ കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒപ്പം ഷാനു എന്ന ക്യാരക്ടർ ചെയ്ത പുള്ളിയും നൈസായിരുന്നു. ക്ലൈമാക്സിലൊക്കെ ഒരു ഷോട്ട് ഉണ്ട്, ക്ലോസ് ഷോട്ട്. അതിൽ പുള്ളിന്റെ ഇമോഷൻസ്, പുള്ളിക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, സങ്കടപ്പെടുന്ന ഒരു ഇമോഷൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ ഒന്ന് മാറിയിട്ട് പെട്ടെന്ന് ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി നൈസായി ചെയ്തിട്ടുണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ് ടു ദ എൻ്റയർ ടീം. എല്ലാവർക്കും ഭയങ്കര ഒരു നല്ലൊരു സിനിമ നമുക്ക് തന്നതിന്. ഈ ഫാസിൽ റസാഖ് മറ്റേ തടവ് എന്ന സിനിമയുടെ റൈറ്റർ കൂടിയാണ്. നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ബീന ടീച്ചറുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു തടവ്. അത് എഴുതിയ പുള്ളി തന്നെയാണ്. ബീന ടീച്ചർ ഇതിലൊരു പ്രധാനപ്പെട്ട വേഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഹം എന്ന് പറയുന്ന സിനിമ ഇനി ഫിലിം ഫെസ്റ്റിവലുകളിലോ കാണാൻ സാധിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ റിലീസായി എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ കാണുക. നല്ലൊരു മൂവിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയാണ് മോഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു നല്ലൊരു മൂവിയാണ്. തീർച്ചയായും കാണുക, കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ബൈ.